വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത് ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു സൺഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6:45-7 മണിക്കുള്ളിൽ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതേ പുറത്ത് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഫസ്റ്റ് ആസ് യൂഷ്വൽ ഞാൻ കിച്ചണിലോട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ പാൽ ചായയും കൂടി തിളപ്പിക്കണം. അപ്പോൾ ഇന്ന് പുട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. ആ പുട്ടുപൊടിയാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പുട്ടുപൊടിയും വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണമല്ലോ. പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഒരാൾക്ക് ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം എടുത്ത് കുടിക്കാൻ കേട്ടോ, ചുമയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചായയൊക്കെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ പുട്ടിന് നമുക്ക് തലേ ദിവസത്തെ വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ആക്കി ഇടുന്നുണ്ട് കിച്ചണൊക്കെ. അപ്പോൾ ഇവിടെ ഇക്കാക്കി മനിയനും കൂടി നല്ല കളിയിലാണ് കേട്ടോ. എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ടാളും കൂടിയിട്ട്. മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ മാങ്ങയും കൂടി ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനെന്നെ കളിക്കാൻ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബോളൊക്കെ തട്ടി കളിച്ച് അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ പണിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുക്കിംഗ് ആളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നപ്പോൾ ഇവിടെ തകൃതിയായിട്ട് സവാള അരിയിലും തക്കാളി അരിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പിയും മോനും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് അരി കഴുകിയെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അരിയൊക്കെ അളന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ പറ്റിയത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ ചിക്കനും പിന്നെ ചോറ് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കണേ. ഇനി ലാസ്റ്റ് ഇതൊക്കെ കൂടിയിട്ട് ദമ്മിടും കേട്ടോ. അപ്പോൾ കുക്കറിലാണ് നമ്മൾ ദമ്മിടാൻ പോണേ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. കുളിച്ച് ഫ്രഷായി വീണ്ടും താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലത്തെ പരിപാടി എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോണത്. അപ്പോൾ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി ദമ്മിടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ മാങ്ങയുള്ള സ്ഥിതിക്ക് മാംഗോ ക്രീമും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബിരിയാണിക്ക് ശേഷം ഒരു ഡെസേർട്ടും കൂടി ആവില്ല. അപ്പോൾ ഒന്നുമില്ല, മാങ്ങയും പാൽപ്പൊടിയും പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ദമ്മൂടെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു. ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് കഴിക്കാനായിട്ടുള്ള സമയമായി. ഞങ്ങൾ വിളമ്പാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്.
അപ്പോൾ ഒക്കെ അതേ ടേബിളിൽ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതേ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ കുറച്ച് നേരം കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റു. ഞങ്ങളിതേ അടുക്കളയിലോട്ട് ചായ ഇടാൻ പോവാണ്. അപ്പോൾ ചായ കുടിക്കാം. അങ്ങനെ ഒരു 7 മണി 7:30 ആയപ്പോൾ ഞങ്ങളിതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെയും കൂടെ അല്ല, എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടേക്കൊന്ന് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അതേ ഞങ്ങൾ അവിടെ എത്തി. ഇതേ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സെയ്തിയുടെ ഓരോ കുറുമ്പുകളും കളികളൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ കുറേ നേരം അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളിതേ ഫുഡ് അടിയിലോട്ട് കിടന്നിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഒരു കുട്ടിക്കുറുമ്പ് ആ പൂവൊക്കെ പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. ഇനി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. നേരെ വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം. അപ്പോൾ സൺഡേ തീർന്നിരിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.